അഭിനയത്തിൽ നിന്നും താൽക്കാലിക വിശ്രമമെടുത്ത മലയാളത്തിന്റെ പ്രിയങ്കരനായ നടൻ മമ്മൂട്ടി. വൻകുടലിൽ അർബുദത്തിന്റെ പ്രാഥമിക ലക്ഷണം കണ്ടതിനെ തുടർന്ന് ഇന്നലെ മുതൽ ചെന്നൈയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം റേഡിയേഷന് വിധേയനായി. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ചിലർ പ്രചരിപ്പിക്കുന്നതുപോലെ യാതൊരുവിധ ആശങ്കകൾക്കും അടിസ്ഥാനമില്ല എന്ന് അദ്ദേഹത്തെ പ്രാഥമിക പരിശോധനയ്ക്ക് വിധേയമാക്കിയ മെഡിക്കൽ വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ അഭിനയിച്ചു വരികയായിരുന്നു മമ്മൂട്ടി. മോഹൻലാലും ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും നയൻതാരയും ഉൾപ്പെടെ വൻ താരനിരയുള്ള ചിത്രം കൂടിയാണിത്. ഇതിന്റെ ചിത്രീകരണത്തിൽ നിന്ന് ചെറിയൊരു ഇടവേള എടുത്തിട്ടാണ് ചികിത്സ നടത്തുന്നത്. റേഡിയേഷൻ കഴിഞ്ഞാൽ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കീമോയുൾപ്പെടെ തുടർ ചികിത്സ ആവശ്യമാണോ എന്നും തീരുമാനമാകും. ശസ്ത്രക്രിയ ആവശ്യമായി വന്നാൽ അമേരിക്കയിൽ പോയി വിദഗ്ധ പരിശോധന നടത്താനും ആലോചനകളുണ്ട്. ചെന്നൈയിലെ വസതിയിൽ നിന്നും തേനാമ്പെട്ടിലുള്ള ആശുപത്രിയിൽ എന്നും പോയി മടങ്ങത്തക്ക വിധമാണ് റേഡിയേഷൻ ക്രമീകരിച്ചിട്ടുള്ളത് എന്നറിയപ്പെടുന്നു. നേരത്തെ തന്നെ രോഗനിർണയം നടന്നതിനാൽ പ്രാഥമിക ചികിത്സ കൊണ്ട് പൂർണ്ണ ആരോഗ്യവാനായി മമ്മൂട്ടിക്ക് മടങ്ങിയെത്താൻ കഴിയും. ഭാര്യ സുൽഫത്ത്, മകനും നടനുമായ ദുൽഖർ സൽമാൻ, ഭാര്യ മകൾ സുറുമി, മകളുടെ ഭർത്താവ് ഡോക്ടർ കൂടിയായ മുഹമ്മദ് റഹാൻ സയ്യിദ് തുടങ്ങി കുടുംബാംഗങ്ങൾ എല്ലാവരും ഒപ്പമുണ്ട്. അതേസമയം മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പ്രചരിച്ചിരുന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് താരത്തിന്റെ PR ടീം രംഗത്തെത്തിയിരുന്നു. മമ്മൂട്ടി പൂർണ്ണമായും സുഖമായിരിക്കുന്നുവെന്നും PR ടീം സ്ഥിരീകരിച്ചു. എല്ലാ ഊഹാപോഹങ്ങളും അടിസ്ഥാനരഹിതമാണെന്നും ഇവർ തുറന്നടിച്ചു. 73-കാരനായ താരത്തിന് ക്യാൻസർ ബാധിച്ച തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് പ്രചരിച്ചത്. ചികിത്സയ്ക്കായി ചിത്രീകരണത്തിൽ നിന്നും പിന്മാറിയതായും അഭ്യൂഹങ്ങൾ പ്രചരിച്ചു. സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്കെതിരെ PR ടീം രംഗത്തെത്തി. എന്നാൽ ഈ ഊഹാപോഹങ്ങളൊന്നും തന്നെ സത്യമല്ല എന്നും മമ്മൂട്ടി ആരോഗ്യവാനാണെന്നും റംസാൻ മാസം കാരണമാണ് തിരക്കേറിയ ഷെഡ്യൂളുകളിൽ നിന്ന് ഇടവേള എടുത്തതെന്നുമാണ് അവർ വ്യക്തമാക്കിയത്. ഇത് വ്യാജ വാർത്തയാണ്. റംസാൻ വ്രതം അനുഷ്ഠിക്കുന്നതിനാൽ അദ്ദേഹം അവധിയിലാണ്. അതിനാലാണ് അദ്ദേഹം ഷൂട്ടിംഗ് ഷെഡ്യൂളുകളിൽ നിന്നും ഇടവേള എടുത്തിരിക്കുന്നത്. ഇടവേളകൾക്ക് ശേഷം അദ്ദേഹം മോഹൻലാലിനൊപ്പം മഹേഷ് നാരായണന്റെ സിനിമയുടെ ചിത്രീകരണത്തിലേക്ക് മടങ്ങുമെന്നും PR ടീം മിഡ് ഡേ പത്രത്തോട് വ്യക്തമാക്കി. മമ്മൂട്ടിയും മോഹൻലാലും പ്രധാന വേഷങ്ങളിലെത്തുന്ന മഹേഷ് നാരായണന്റെ ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ ശ്രീലങ്കയിൽ പൂർത്തിയായിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലും ഒരു പതിറ്റാണ്ടിലേറെ കാലത്തിന് ശേഷം സ്ക്രീനിൽ ഒന്നിക്കുന്ന ഈ മൾട്ടി സ്റ്റാർ ചിത്രത്തിന് ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര എന്നിവരും അണിനിരക്കുന്നുണ്ട്. അടുത്തിടെ മമ്മൂട്ടി തന്റെ വരാനിരിക്കുന്ന ചിത്രമായ ബസൂക്കയുടെ പുതിയ പോസ്റ്ററും പുറത്തിറക്കിയിരുന്നു. ചിത്രം ഏപ്രിൽ 10 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനിരിക്കുകയാണ്. നവാഗതനായ ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലറാണ് ബസൂക്ക. അതേസമയം മലയാളത്തിന്റെ എക്കാലത്തെയും മെഗാസ്റ്റാർ ആണ് മമ്മൂട്ടി എന്ന് എടുത്തു പറയേണ്ടതില്ല. തന്റെ ഈ പ്രായത്തിലും സൗന്ദര്യം കൊണ്ടും അഭിനയം കൊണ്ടും ജീവിതത്തിൽ ഉയർന്ന വിജയം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തി. ഒട്ടനവധി ആരാധക വൃത്തങ്ങളുള്ള മമ്മൂക്ക മലയാള സിനിമയുടെ എല്ലാമാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യം തൃപ്തികരമാകാൻ മലയാള സിനിമാ ലോകം പ്രാർത്ഥനയിലാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.